ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഡൽഹിയിൽ വന്നു. അവിടെ നിന്നും ആഗ്രയിലെത്തി താജ്മഹൽ സന്ദർശിച്ചു. അപ്പോഴെടുത്ത വീഡിയോയും ഫോട്ടോസുകളുമാണ് കാണുന്നത്. ഓരോ വർഷവും എങ്ങനെയായിരുന്നു താജ്മഹൽ എന്നുള്ളതാണ് ഈ ഫോട്ടോയിലൂടെ പറയുന്നത്. ഇതിൻ്റെ വർഷവും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, തുടക്കം എങ്ങനെ ആയിരുന്നു, ഏതൊക്കെ വർഷത്തിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഇതൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. താജ്മഹൽ കാണാൻ വേണ്ടി ആഗ്ര വരെ വരാൻ എത്രയോ വർഷമായിട്ട് ആഗ്രഹിച്ചിട്ട് അതിപ്പോൾ നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ ഫോട്ടോസുകളാണ്, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഫോട്ടോയിലൂടെ കാണുന്നത്. പല വർഷങ്ങളിലായി എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത്. അതിമനോഹരമായ ഒരുപാട് സന്തോഷം തരുന്ന ഫോട്ടോകളും അതിൻ്റെ കൊത്തുപണികളും മാർബിളുകളിൽ കൊടുത്തിരിക്കുന്ന പച്ചയും ചുവപ്പും കളറുള്ള സ്റ്റോണുകളും എല്ലാം മനോഹരമാണ്. നമ്മൾ ഭിത്തിയിലൊന്ന് കൈവച്ച് അവിടെ ഒന്ന് മുഖം ചേർത്ത് പിടിച്ചാൽ, ഭിത്തിയോട് ചേർത്ത് പിടിച്ചാൽ പ്രത്യേക അനുഭവം തന്നെയാണ്. ഇങ്ങനെ താജ്മഹൽ കാണാൻ വേണ്ടി ചിത്രങ്ങളിൽ മാത്രം കണ്ട, നമ്മുടെ പാഠപുസ്തകത്തിലൂടെ മാത്രം പഠിച്ച താജ്മഹലിനെ കാണാൻ ഞാൻ വന്നു. താജ്മഹൽ കണ്ടു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് എനിക്ക് പങ്കിടാനുള്ളത്. എങ്ങനെയാണ് അത് പങ്കിടേണ്ടത് എന്നാണ് എനിക്കറിയാത്തത്. എത്രയും ദൂരെ വന്ന് വിശദമായി ഇതെല്ലാം ഒന്ന് പകർത്താനും കുറച്ച് സമയം ആ മതിൽക്കെട്ടിനകത്തൊന്ന് ചുറ്റി സഞ്ചരിക്കാനും ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു. അതിൽ 1-2 പേരെ ഞാൻ പരിചയപ്പെട്ടു. കോഴിക്കോട്ടുകാരായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയുള്ളവരുണ്ടായിരുന്നു. ബാലുശ്ശേരിയുള്ള 2 ടീമിനെ പരിചയപ്പെട്ടു. ഒരു പരിചയപ്പെടൽ മാത്രം. അങ്ങനെ പാസേജിലൂടെ പോകുമ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയതാണ് ചോദിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു കോഴിക്കോടാണ്, എവിടെയാണ് സ്ഥലമെന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇപ്പോഴത്തെ എൻട്രൻസ്. ഇതിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ. കുറേയേറെ കാണാനുണ്ട്. ഓരോ ഭാഗവും പ്രത്യേകം നമ്മൾ ഗൈഡിൻ്റെ സേവനമൊന്നും ചോയ്സ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ എൻ്റെ കൂടെ മോളുണ്ടായിരുന്നു, കൊച്ചുമോളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. അവരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നു എല്ലാം കാണിച്ചു തന്നു. പുറമേയുള്ള എല്ലാ സീനറികളും നമുക്ക് ഫോട്ടോയിൽ പകർത്താം. അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിനായിട്ടുള്ള ഭാഗം. ഇതിൻ്റെ അകത്തോട്ടുള്ള പ്രവേശന കവാടത്തിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ്. നമുക്ക് ഫോട്ടോ നിരോധിച്ചിരിക്കുകയാണ്, ഫോട്ടോ വീഡിയോ. ഇത് പുറത്ത് നിന്ന് മുകളിലേക്ക് ഫോൺ വെച്ചിട്ട് പൊക്കിപ്പിടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എടുക്കാൻ പാടില്ല. എൻട്രൻസിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കരുത്. ഇതാണ് മെയിൻ എൻട്രൻസ് താജ്മഹലിൻ്റെ. ഇവിടെ ഈ താജ്മഹൽ വരുന്നതിന് മുമ്പ് ഇതേ കോമ്പൗണ്ടിൽ തന്നെ വേറൊരു സ്ഥലത്തായിരുന്നു, കുറച്ച് മാറി ഒരു സ്ഥലത്തായിരുന്നു. ഇത് പണി കഴിപ്പിച്ചതിന് ശേഷമാണ് ഇതിനകത്തോട്ട് മാറ്റിയത്. അപ്പോൾ അതിനകത്തേക്ക് കയറിയതിന് ശേഷം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ചു. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും
കല്ലറയൊക്കെ കണ്ടു. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വീണ്ടും ഞാൻ വീഡിയോ പകർത്തി. ഇതിൽ കണ്ടു അറബിയിൽ കുറേ എഴുതി വച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് നമുക്കറിയില്ലല്ലോ, എന്താണെന്ന് വായിക്കാൻ അറിയില്ല. ഇവിടെ പോലീസുകാരും സുരക്ഷാ സേനകളും അണിനിരന്നിട്ടുണ്ട്. ഒത്തിരി ആളുകൾ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ 6 മണിക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ തുടങ്ങി. 5:30 മണിക്ക് ടോക്കൺ കൊടുക്കാൻ തുടങ്ങി കാണും. 6 മണിയാവുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് ടോക്കൺ എടുത്തു, പ്രവേശിച്ചു. ഇതെല്ലാം താജ്മഹലിൻ്റെ ഭാഗമാണ്. മെയിനായിട്ടുള്ളത് ഇത് ഈ കാണുന്നതാണ് മെയിനായിട്ടുള്ളത്. അതിലേക്കുള്ള പാസേജ് അതാണ്. ആ വെള്ളത്തിലേക്ക് നേരെ തിരിഞ്ഞ് താജ്മഹലിനെ കാണാൻ പറ്റും. നമ്മളവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ താജ്മഹലിനെ വെള്ളത്തിൽ കാണാം. ചുറ്റും വലിയ വലിയ മരങ്ങളാണ്. ഇത് അവിടെ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം എടുത്ത കുറച്ച് ഭാഗങ്ങളാണ്. അകത്ത് കയറി പുറത്ത് വന്ന് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിരുന്നു. കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളുമുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ